ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഫൺഫ്ലിക്സ്. ഞങ്ങളുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞങ്ങളുടെ ചങ്കിൻ്റെ കല്യാണമാണ്. അല്ല, ഇന്നല്ല, നാളെ. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഫൺഫ്ലിക്സ്. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ ഞങ്ങളുടെ ചങ്കിൻ്റെ കല്യാണമാണ്. അപ്പം ഇന്ന് കല്യാണ തലേന്നാണ്. അപ്പം ചെറിയ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ചെറിയൊരു വീഡിയോ ആണ് ഇത്. അതിന്റെ ചെറിയൊരു വീഡിയോ ആണ്. അവിടെ നടക്കണ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വീഡിയോ എടുക്കും. അതൊക്കെ കൂടി ഒരുമിച്ച് അല്ലേ കോർത്തിണക്കിക്കൊണ്ടൊരു വലിയൊരു ചെറിയൊരു കല്യാണ വീഡിയോ. അതെ. അപ്പം നാളെ എനിക്ക് റിസപ്ഷനാണല്ലോ. അച്ഛന് കല്യാണമുണ്ട്. അപ്പോൾ കല്യാണത്തിൻ്റെ ഫോട്ടോസും കൂടിയിട്ട് ഇടാൻ പറ്റുള്ളൂ അല്ലേ? വീഡിയോ എടുക്കാൻ പറ്റില്ല തോന്നണം. അപ്പോൾ രാവിലെ അങ്ങനെ പറ്റുള്ളൂ. വൈകിട്ട് ഞാൻ വീഡിയോ എടുക്കാം. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. അപ്പോൾ പാച്ചൻ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാൻ നിൽക്കുക. കല്യാണ വീട്ടിലെത്തിയിട്ടുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ കാണാമല്ലോ. അപ്പോൾ ഗൈസ്, നമുക്ക് കല്യാണ വീട്ടിലേക്ക് പോവാം. ഇതാണ് കല്യാണ വീട്. കുഞ്ഞു പന്തലൊക്കെ ഇട്ടുണ്ട്. ഞാനും ഫ്രണ്ടും കൂടിയിട്ട് ഭയങ്കര കത്തിയടിയായിരുന്നു. കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ കാണുന്നത്. ഇത് വലിയ പന്തൽ, അവിടെ സ്റ്റേജും ഹോൾഡിങ്ങും ഒക്കെ അവിടെയാണ്. അപ്പോൾ ഇത് വിജയശേട്ടൻ്റെ വീടാണ്. വിജയശേട്ടൻ ആണ് മണവാളൻ. കുറച്ച് പേരൊക്കെ വന്നു തുടങ്ങി. പെണ്ണിൻ്റെ ചെക്കൻ്റെ ഫോട്ടോ ഒട്ടിക്കാണ് പിള്ളേരൊക്കെ കൂടിയിട്ട്. ഞാനും ചതനേച്ചും പോയിട്ട് കത്തടിച്ചിരുന്നു. ആളാണ് ഞങ്ങൾ ചങ്ക്. മണവാളൻ കാലത്തിന് ഓട്ടമുണ്ടോ നോക്കുക തോന്നുന്നു. അതോട്ടേക്ക് മസിൽ കേട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അയൽവാസികളൊക്കെ വന്നു തുടങ്ങി. ഫ്രണ്ട്സ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ബാക്കി എല്ലാവരോടും സംസാരിച്ച് നിൽക്കുകയാണ്. അതോട്ടേക്ക് ഞാനും കൂടിയിട്ട് ഞങ്ങൾ കൂടി സ്റ്റേജിൻ്റെ അവിടേക്ക് പോയി. എന്താണ് സ്റ്റേജ്. അത് കഴിഞ്ഞ് ഞങ്ങൾ മണവാളിൻ്റെ കൂടെ ഫോട്ടോ എടുത്തോട്ടോ. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് ദം ബിരിയാണിയായിരുന്നു. അടിപൊളി ബിരിയാണിയായിരുന്നു. രക്ഷയില്ല കഴിച്ചു. ഇത് ഞങ്ങളുടെ മുത്തുമണി സനുമാൻ. സനു ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ വന്ന് യോയോ ഒക്കെ അടിക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കാമെന്നാണ് അവരുടെ വിചാരം. ഞങ്ങൾ വീഡിയോ എടുക്കുകയായിരുന്നു. അതറിയില്ലല്ലോ മണ്ടസ്. അതായത് നിന്നെയാണ് ഞങ്ങളെ ചങ്ക്. ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് സെൽഫീസ് എടുത്ത് പിന്നെ ജ്യോതിർഗമയ ക്ലബിൻ്റെ വക ഗിഫ്റ്റ് കൊടുത്തു. ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഫുഡ് കഴിക്കാൻ കയറി. അവർ നല്ല കനത്ത ബോളിങ്ങിലാണ് ഗൈസ്. അപ്പോൾ അതോട്ടേക്ക് കണ്ടില്ല കഴിച്ച് കഴിഞ്ഞതാണ്. 30 കാലം നിർത്തി വീണ്ടും അടുത്ത ട്രിപ്പിന് ഇരിക്കാൻ നോക്കുക തോന്നണം. രാവിലെ ഈ 2 ട്രിപ്പാ അടായിത്തെ രാവിലെ ബബിയെ അജോ ബോംബെ 2 ട്രിപ്പാട്ടാ.
ചെക്കനാണ് ടിക്ടോക്ക് താരം അഭിലാഷ് പുട്ടുംകുറ്റിയിലാണ് കരകാട്ടം നടത്തുന്നത് ഗേസ്. പുട്ടുംകുറ്റിയില് മാമന്റെ സാഹസികമായ പ്രകടനം. യോ ഗേസ്, പിങ്കിക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ ഡെഡിക്കേറ്റ് ബൈ. A few moments later. ഗൈസ്, അപ്പോൾ നമ്മൾ റിസപ്ഷന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട്. ഇങ്ങനെ കിട്ടാറില്ല, അപ്പോൾ അവരൊക്കെ കൂടി ഫോട്ടോസ് എടുത്തു. പൊളിയായിരുന്നു. ചുന്ദരി പിങ്കി വിദൂര
ഹലോ ഗൈസ്. എല്ലാവരും ഫോട്ടോ കുട്ടീനെ കളിപ്പിക്കുന്ന ചെന്നൈച്ചി. അയ്യോ കല്യാണ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോൾ കല്യാണത്തിന് വന്ന ഫോട്ടോഗ്രാഫർ ദിലീപേട്ടന് വന്നു. ദിലീപേട്ടനെ കൊണ്ട് കുറച്ച് ഫോട്ടോസ് എടുപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ആഷിക്ക് വന്നു. ആഷിക്കിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. അതാരാണ്? വഴി പോണ എന്നെ വിളിച്ചു ഞാൻ പണിക്കോണ്ടില്ല. അത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് ഇച്ച് കാശെല്ലാം എടുത്തിട്ട് പെൺകുട്ടീനെ കല്യാണം കഴിച്ചു. മക്കളെ മാമനോടൊന്നും തോന്നല്ലേ? അയ്യോ സൂക്ഷിക്കുക. ജീവിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. തരണം. ഈ പ്ലേറ്റ് മൊത്തം കാലാക്കിയത് ആഷിക്കാണ്. ആഷിക്ക ചിക്കൻ വറുത്തത് മൊത്തം തീർത്ത. നേരത്തെ പറഞ്ഞത് പറയരുത്. എന്താ നേരത്തെ പറഞ്ഞേ? ഞാൻ കഴിച്ചു. വേണ്ട സ്ഥലമില്ല. നമ്മുടെ കല്ലായിപ്പൊയ്യുടെ കല്ലായി സുന്ദരിയാണ് നമ്മുടെ അബി. പക്ഷെ ബ്രൂട്ടീഷും മാത്രം ഞാൻ ചെയ്യാറില്ല. കാരണം ജനിച്ചപ്പോ കാരണന്മാർക്ക് നല്ല ഭംഗിയുണ്ട്, കോലമുണ്ട്. ഞങ്ങളെ കോഴിക്കോട് തൃശ്ശൂരിലെ കല്യാണം പറയും. തൃശ്ശൂരിലെ കല്യാണം അയ്യോ മാന്യമര്യാദ പോരട്ടോ. കോഴിക്കോട് ഒരു ആഴ്ചയില്ലേ സെലിബ്രേഷൻ. കോഴിക്കോട് കോഴിക്കോട് കല്യാണത്തിനെ കുറിച്ചിട്ട് പറയും. കെട്ടാൻ പോയത് കാലികെട്ടപ്പോ കോഴിക്കോട് തൃശ്ശൂർ ഒരേപോലെ തന്നെ. ചേച്ചി ഇങ്ങോട്ട് നോക്ക്. കോഴിക്കോടത്തെ കല്യാണം തൃശ്ശൂരത്തെ കല്യാണം ഡിഫറെന്റ് ഇല്ലേ? ഞങ്ങൾക്ക് ഇപ്പൊ കോഴിക്കോട് അവിടെ നാലാം കല്യാണം ഉണ്ടോ? നാലാം കല്യാണം ഇല്ല. ചെക്കന്റെ വീട് തലേദിവസം പരിപാടി ഉണ്ട്, പാർട്ടി എന്ന് പറയും. അല്ല ചെക്കന്റെ വീട്ടിൽ നിന്ന് പെണ്ണിന്റെ വീട്ടിൽ അന്ന് പോവില്ല. ഇല്ല, ഇവിടെ ചെക്കന്റെ വീട്ടിലാ ഫസ്റ്റ് നൈറ്റ്. ചെക്കന്റെ വീട്ടില് പെണ്ണിന്റെ വീട്ടിലാണ്. അങ്ങനെ കുറെ പിന്നെ പിറ്റേ ദിവസം പെണ്ണിന്റെ വീട്ടിലേക്ക് വിരുന്ന് പോകും. ഇവിടെ 2-3 ദിവസം കണ്ടല്ലേ വരത്തുള്ളൂ. പണ്ടങ്ങനെ ചിലപ്പോ സ്ഥിരമായിട്ട് ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് പെണ്ണിന്റെ വീട്ടിൽ പോകും. അതാ എന്റെ സ്വഭാവം. പിന്നെ എന്താ പറയണ്ടേ? നാടിനെ കുറിച്ചുള്ള പറയും. നാടല്ലേ ഞങ്ങളുടെ നാട്, നിങ്ങളുടെ നാടല്ല. അതെ, ഞങ്ങളുടെ നാടല്ല, ഞങ്ങളുടെ നാടിനേക്കാളും അടിപൊളി നാടാണ് ഇവിടെ. പിന്നെ ഞങ്ങളെ കുറിച്ചിട്ട് പറയും. ഞങ്ങളെ ചാനലിനെ കുറിച്ചിട്ട് ചാനലിനെ കുറിച്ചിട്ട് പറയും. 2 വാക്ക് അഭി പറയും. റാഡിക്കലായ ഒരു മാറ്റമല്ല ഇതൊന്നും. എല്ലാം കണ്ടല്ലോ നീ. ഇതൊക്കെ എവിടുത്തെ പ്രശ്നം? ഇതെന്ത് തരം രോഗം? അല്ല ഇങ്ങനെ യൂട്യൂബ് ചാനലിലേക്ക് മാറിയത് താത്വികമായി അല്ല ഒരു അവലോകനം എന്നെ കൊണ്ട് താത്വികമായ ഒരു അവലോകനം അറിയില്ല. വൃത്തിപരമായും പണിനെ കൊണ്ട് പറയിപ്പിക്കാതെ. അപ്പോൾ അടിച്ചു പോയി ഗൈസ്. എൻ്റെ ഫോൺ നിലത്ത് വീണു. അതിടയ്ക്ക് താഴെട്ടിരിക്കുന്നു. ബാഗത്തിന് സ്ക്രീൻ ഗാർഡ് പൊട്ടിയുള്ളൂ.